നോക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് അഥവാ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ നമുക്ക് മെയിനായിട്ട് പഠിക്കാൻ പോകുന്ന 5 റെവല്യൂഷൻസ് അല്ലേ. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. From the 16th century onwards, the Europeans began to migrate to North America. The major aim of the migration was to exploit the resources. അതായത് ഈ അമേരിക്ക എന്ന് പറഞ്ഞ കോണ്ടിനെൻ്റ് ഒരുപാട് റിസോഴ്സുകൾ കൊണ്ട് റിച്ച് ആയിട്ടുള്ളൊരു കോണ്ടിനെൻ്റ് അല്ലേ. അതായത് ഒരുപാട് വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ളൊരു കോണ്ടിനെൻ്റ് ആയിരുന്നു അമേരിക്ക എന്ന് പറയുന്നത്. പക്ഷേ ഈ യൂറോപ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്രമാത്രം റിസോഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, 16th സെഞ്ചുറിയിൽ 16ാമത്തെ നൂറ്റാണ്ടിൽ അവർ അമേരിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു. ഈ മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു മേജർ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ റിസോഴ്സൊക്കെ പിടിച്ചെടുക്കുക, എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സസ്, എല്ലാ റിസോഴ്സും പിടിച്ചെടുത്ത് അമേരിക്കനെ ചൂഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ. അതിനുശേഷം ഒരു 18ാം നൂറ്റാണ്ട്, അതായത് ബൈ ദ 18th സെഞ്ചുറി ഇംഗ്ലണ്ട് ഹാഡ് എസ്റ്റാബ്ലിഷ് 13 കോളനീസ് ഇൻ ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക. അതായത് ഒരു 18th സെഞ്ചുറിക്ക് ആയപ്പോഴത്തേക്ക്, ഒരു 200 വർഷങ്ങൾക്ക് ശേഷം 18th സെഞ്ചുറിക്ക് ആയപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തിട്ടുണ്ട്, അമേരിക്കയിലുണ്ടായിരുന്ന 13 സ്റ്റേറ്റ്സിനെ, അതായത് 13 സ്റ്റേറ്റ്സിനെ അവരെന്താക്കി, കോളനിയാക്കി മാറ്റിയിട്ടുണ്ട്. The British treated the American colonies as a center for collecting raw materials for their industry and as a market for selling their products. അതായത് ഈ ബ്രിട്ടീഷുകാർ എങ്ങനെയായിരുന്നു അമേരിക്കക്കാരെ ട്രീറ്റ് ചെയ്തത്, എങ്ങനെയായിരുന്നു അമേരിക്കൻസിനെ കണ്ടിരുന്നത്, അവർക്ക് റോ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്യാനുള്ള ഒരു സെൻറ്റർ ആക്കിയിട്ടും അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷുകാരൊക്കെ ഉണ്ടാക്കിയ പ്രൊഡക്ട്സും ഗുഡ്സൊക്കെ സെല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റ് ആക്കിയിട്ടുമായിരുന്നു കണ്ടിരുന്നത്. അപ്പം ദിസ് പോളിസി ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് മെർച്ചൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദർ മദർലാൻഡ് ഇൻ ദി അമേരിക്കൻ കോളനീസ് ഈസ് നോൺ ആസ് മെർക്കന്റിലിസം. അതായത് ഈ ഒരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്ത ആരാണ്, ബ്രിട്ടീഷ് മെർച്ചൻസ് അല്ലേ. ആരുടെ സഹായത്തോടെ, മദർലാൻഡിൻ്റെ സഹായത്തോടെ. അപ്പോൾ ആരെ ഈ മദർലാൻഡ് എന്ന് പറയുന്നത്, അതാണ് യൂറോപ്പ്. അപ്പോൾ ഈ മദർലാൻഡിൻ്റെ ഹെൽപ്പോടുകൂടി ഈ ബ്രിട്ടീഷ് മെർച്ചൻസ് കൊണ്ടുവന്ന ഈ ഒരു പോളിസി അറിയപ്പെട്ടത് മെർക്കന്റിലിസം എന്നായിരുന്നു. ബ്രിട്ടീഷ് മെർച്ചൻസ് അവരുടെ ട്രേഡ് അമേരിക്ക കുറച്ചും കൂടി ഈസിയാക്കാൻ വേണ്ടിയിട്ടും അവർക്ക് ട്രേഡ് മോണോപ്പൊളി, അതായത് അവർക്ക് മാത്രം അവിടെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളൊരു ലോ ആണ് മെർക്കന്റിലിസ്റ്റ് ലോ. അപ്പോൾ ഈ മെർക്കന്റിലിസ്റ്റ് ലോയിൽ നമുക്ക് 5 നിയമം പഠിക്കാനുണ്ട്, 5 ലോ പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ ലോ ആണ് ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ് ഓർ ഷിപ്സ് ബിൽഡ് ഇൻ ദ ബ്രിട്ടീഷ് കോളനീസ്. അതായത് അമേരിക്കയിൽ നിന്ന് എന്ത് സാധനം മറ്റ് രാജ്യങ്ങളിലേക്ക് ഷിപ്പ് ചെയ്യാനും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് ഷിപ്പ് ചെയ്യാനും സാധിക്കുന്നത് ഈ ബ്രിട്ടീഷ് കപ്പൽ വഴി മാത്രമാണ്. സെക്കൻഡ് ലോയിൽ പറയുന്നത് പ്രൊഡക്ട്സ് ഓഫ് ദ കോളനീസ് ലൈക്ക് ഷുഗർ, വൂൾ, കോട്ടൺ, ടൊബാക്കോ എക്സെട്ര കുഡ് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. അമേരിക്കൻ കോളനീസിൽ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഷുഗർ, വൂൾ, കോട്ടൺ, ടൊബാക്കോ ഇതെല്ലാം നമുക്ക് ബ്രിട്ടനായിട്ട് മാത്രമേ ട്രേഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. തേർഡ് ലോയിൽ പറയുന്നത് ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സഡ് ഓൺ ഓൾ ലീഗൽ ഡോക്യുമെൻറ്റ്സ്, ന്യൂസ് പേപ്പർ, ലൈസൻസ് എക്സെട്ര. അതായത് ഈ ബ്രിട്ടീഷിൻ്റെ സ്റ്റാമ്പ് എല്ലാ തരത്തിലുള്ള ലീഗൽ ഡോക്യുമെൻറ്റ്സിലും പതിപ്പിക്കണം. നാലാമത്തെ ലോയിൽ പറയുന്നത് കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ക്വാർട്ടേഴ്സ് ഫോർ ദി ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് വർ മെയിൻറ്റെയിൻഡ് ഇൻ ദ കോളനീസ്. അതായത് അമേരിക്കൻ കോളനീസിൽ വരുന്ന ബ്രിട്ടീഷ് ട്രൂപ്സിന് ഫുഡും ക്വാർട്ടേഴ്സും, അതായത് അവർക്ക് താമസ സ്ഥലവും ഫുഡും ഭക്ഷണമൊക്കെ കൊടുക്കേണ്ടത് ഈ അമേരിക്കൻ കോളനീസാണ്. അഞ്ചാമത്തെ ലോയിൽ പറയുന്നത് ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. അതായത് ഈ ബ്രിട്ടനിൽ മാത്രമേ ഇനി മുതൽ ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ടീ, ഗ്ലാസ്, പേപ്പർ ഈ തരത്തിലുള്ള പ്രൊഡക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ അവർ മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ബ്രിട്ടീഷുകാർ എന്ത് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾക്ക് ബ്രിട്ടനിൽ നിന്ന് മാത്രമേ ഈ പ്രൊഡക്ട്സൊക്കെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ പ്രൊഡക്ട്സിന് എന്ത് ചെയ്തു, അവർ ഹൈ ടാക്സും ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഈ മെർക്കന്റിലിസ്റ്റ് ലോ ബ്രിട്ടന് തന്നെയാണ് പ്രോഫിറ്റബിൾ ആയത്, കംപ്ലീറ്റ് പ്രോഫിറ്റബിളായി മാറിയത്. ഈ അമേരിക്കൻസ് സംബന്ധിച്ചിടത്തോളം അതൊരു കംപ്ലീറ്റ്ലി എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവരെ കംപ്ലീറ്റ്ലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് റൂൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ അമേരിക്കൻസിന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായിട്ടൊരു ഫീലിംഗ് ഉണ്ടായി. അപ്പോൾ ഈ ഒരു ഫീലിങ്ങിനെ കുറച്ചും കൂടി ഒന്ന് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന തിങ്കേഴ്സിൻ്റെ റോള് വളരെ വലുതാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള 2 തിങ്കേഴ്സാണ് ജോൺ ലോക്കും തോമസ് പെയിനും. അപ്പോൾ ഈ ജോൺ ലോക്ക് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് നമ്മൾ അവകാശങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും അവകാശങ്ങളുണ്ടെന്നും അതുപോലെ ഈ ഗവൺമെൻറ്റിന് ഇതൊന്നും സസ്പെൻഡ് ചെയ്യാനും കഴിയില്ല എന്നൊക്കെ ജോൺ ലോക്ക് പറയുന്നുണ്ട്. അതുപോലെ ഈ തോമസ് പെയിൻ പറയുന്നുണ്ട് ഒരു ഫോറിൻ ഗവൺമെൻറ്റിന് മറ്റ് രാജ്യത്തെ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് ഗവേൺ ചെയ്യാൻ അധികാരമില്ലെന്ന്. അതായത് ഈ ബ്രിട്ടീഷുകാർ വന്നിട്ട് അമേരിക്കയിൽ ഭരിക്കുകയാണല്ലോ, അപ്പോൾ ഇങ്ങനെ ഭരിക്കാനുള്ള അധികാരമൊന്നും അവർക്കില്ല എന്നൊക്കെ തോമസ് പെയിൻ പറയുന്നുണ്ട്. അങ്ങനെ തിങ്കേഴ്സിൻ്റെ സപ്പോർട്ടും ഇൻഫ്ലുവൻസും കൊണ്ട് അമേരിക്കൻസ്
ബ്രിട്ടീഷിന് അഗെയിൻസ്റ്റ് ആയിട്ട് മുന്നോട്ട് വരികയാണ്. അങ്ങനെ ഈ അമേരിക്കൻ റവല്യൂഷനിലേക്ക് ഒരു ഫസ്റ്റ് ഇൻസിഡൻറ്റ് എന്ന രീതിയിൽ 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുകയാണ്. 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, അതായത് മെർക്കൻലീസ് ലോയിൽ 5ാമത്തെ ലോയിൽ നമ്മൾ പഠിച്ചല്ലോ, ഈ ബ്രിട്ടനിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യുക, അതായത് ടീ അഥവാ പേപ്പർ, ഗ്ലാസ് ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഹൈ ടാക്സിലായിരുന്നു അമേരിക്കക്കാർ മേടിക്കേണ്ടി വന്നിരുന്നത്. അപ്പോൾ ഇതൊരു എക്സ്പ്ലോയിറ്റേറ്റീവ് റൂളാണല്ലോ അല്ലേ. അപ്പോൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവരെന്ത് ചെയ്തു, ബോസ്റ്റൺ ഹാർബറിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ടീ മൊത്തം കടലിലേക്ക് എറിയുണ്ടായി. ഈ ഒരു ഇൻസിഡൻ്റാണ് അമേരിക്കൻസ് ബ്രിട്ടീഷിനെതിരായിട്ട് ആദ്യമായി നടത്തിയൊരു റവല്യൂഷണറി മൂവ്. ഇതാണ് നമ്മൾ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1773 ബോസ്റ്റൺ ടീ പാർട്ടി ഇൻസിഡൻറ്റിന് ശേഷം തൊട്ടടുത്ത വർഷം തന്നെ 1774 അടുത്തൊരു ഇൻസിഡൻറ്റ് നടക്കുന്നുണ്ടായി, അതായത് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. Delegates of all the colonies except Georgia met at Philadelphia in 1774 to protest against the policies and rules imposed by the England. ഇറ്റ് ഈസ് നോൺ ആസ് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അതായത് നമ്മൾ ആദ്യം പഠിച്ചല്ലോ, ഈ ഇംഗ്ലണ്ട് അമേരിക്കയിലുണ്ടായിരുന്ന 13 സ്റ്റേറ്റ്സിനെ കോളനിയാക്കി മാറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ 13 സ്റ്റേറ്റ്സിൽ 12 സ്റ്റേറ്റ്സ്, അതായത് ജോർജിയ ഒഴികെ ബാക്കി 12 സ്റ്റേറ്റ്സും ഫിയാഡൽഫിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചിട്ട് 1774 ഒത്തുകൂടുണ്ടായി. അങ്ങനെ ഇവർ ഒത്തുചേർന്നിട്ട് ഒരു അസംബ്ലി രൂപീകരിച്ചു. ഈ അസംബ്ലി അറിയപ്പെടുന്നതാണ് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. They demanded the revocation of the regulation enforced on the industry and commerce and not to impose tax without the approval of people. അതായത് ആൾക്കാരുടെ പെർമിഷൻ ഇല്ലാതെ ഹൈ ടാക്സ് അമേരിക്കയിൽ ഇമ്പോസ് ചെയ്ത്, അതായത് ഹൈ ടാക്സ് ഇടരുതെന്നും അതുപോലെ തന്നെ അമേരിക്കയിൽ ബ്രിട്ടീഷ് വെച്ചിട്ടുള്ള, അതായത് ബ്രിട്ടൻ വെച്ചിട്ടുള്ള ടാക്സ് റെഗുലേഷൻസ് ഒക്കെ ഒന്ന് എടുത്തു മാറ്റിയിട്ട് കുറച്ചും കൂടി ഒന്ന് ഫ്രീ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ അവർ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് അങ്ങനെ ഒരു കിങ്ങിന് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കിങ് അത് എന്ത് ചെയ്തിട്ടുണ്ട്, കിങ് അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദ കിങ് സെൻഡ് എ മിലിറ്ററി ഫോഴ്സ് ടു സപ്രസ് ദ പീപ്പിൾ. അപ്പോൾ ഈ ഒരു അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യാൻ, സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിലിറ്ററി ഫോഴ്സിനെ കിങ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് അമേരിക്കൻ കോളനീസും ഇംഗ്ലണ്ട് ബ്രിട്ടീഷേഴ്സും തമ്മിലൊരു യുദ്ധത്തിനത് കാരണമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 1774 ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ ഇത്തരത്തിലൊരു വാർ ഉണ്ടായല്ലോ, ഒരു വാർ പോലത്തെ സിറ്റുവേഷൻ വന്നല്ലോ ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം തൊട്ടടുത്ത വർഷം, അതായത് 1775 സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ അവരൊരു കോണ്ടിനെൻ്റൽ ആർമി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ കോണ്ടിനെൻ്റൽ ആർമിക്ക് അവർ ഒരു ചീഫ് കമാൻഡറായിട്ട് ജോർജ് വാഷിങ്ടണിനെ അവർ സെലക്ട് ചെയ്യണ്ടായി. അതായത് പിന്നീട് അമേരിക്കയുടെ പ്രസിഡൻ്റായി മാറുന്ന ജോർജ് വാഷിങ്ടണിനാണ് അവർ ചീഫ് കമാൻഡർ ആക്കിയിട്ട് സെലക്ട് ചെയ്തത്. ഇങ്ങനൊരു ആർമി, അവർ കോണ്ടിനെൻ്റൽ ആർമി രൂപീകരിക്കാനുള്ള കാരണം തന്നെ ബ്രിട്ടനുമായിട്ടുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, അപ്പം ബ്രിട്ടനെതിരായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനൊരു ആർമി രൂപീകരിച്ചത്. The American Continental Congress issued the famous Declaration of Independence on 4th July 1776. The declaration was prepared by Thomas Jefferson and Benjamin Franklin. അതായത് തൊട്ടടുത്ത വർഷം തന്നെ 1776 ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻറ്റ് തോമസ് ജെഫർസണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. The war between England and colonies in the North America that began with the Declaration of Freedom ended in 1781. 1776 മുതൽ 1781 വരെ ഒരു 5 years കണ്ടിന്യൂസ് വാർ അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ നടന്നിട്ടുണ്ട്. ഈ ഒരു വാർ എൻഡായത് 81 ഈ വാർ എൻഡായ സമയത്ത് തന്നെ അമേരിക്ക അതിൽ ജയിക്കുണ്ടായി, ബ്രിട്ടൻ തോറ്റു. അങ്ങനെ ബ്രിട്ടൻ തോറ്റതോടെ അമേരിക്കയ്ക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുകയാണ്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, പാരീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് അവർ ട്രീറ്റി ഓഫ് പാരീസ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻറ്റ് അവർ സൈൻ ചെയ്യുന്നുണ്ട്. അതായത് according to the Treaty of Paris in 1783, England ratified the freedom of 13 colonies. The Constitution Convention held at Philadelphia under the leadership of James Madison framed the American Constitution. George Washington became the first president of United States of America, formed in accordance with new Constitution. അതായത് ഈ 13 സ്റ്റേറ്റ്സ്, അതായത് 13 കോളനികൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രീഡം ലഭിച്ചിട്ടുണ്ട് അല്ലേ. ഈ ഫ്രീഡം ലഭിച്ചതിന് ശേഷം എന്തായിട്ടുണ്ട്, ജെയിംസ് മെഡിസൺ അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ജോർജ് വാഷിങ്ടണ് അമേരിക്കയുടെ ഫസ്റ്റ് പ്രസിഡൻ്റായി മാറിയിട്ടുണ്ട്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞൊരു രാജ്യം വരെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 13 സ്റ്റേറ്റ്സും ഒരുമിച്ച് നിന്നിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞൊരു രാജ്യം ക്രിയേറ്റ് ചെയ്യുകയും അവിടുത്തെ ഫസ്റ്റ് പ്രസിഡൻ്റായി ജോർജ് വാഷിങ്ടണിനെ അവർ സെലക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് അമേരിക്കൻ റവല്യൂഷൻ. അതായത് അമേരിക്കൻ റവല്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നുണ്ടായി. പിന്നെ 1774 ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നു. പിന്നെ 1775 സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നു. പിന്നെ 1776 ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നുണ്ടായി. അത് കഴിഞ്ഞിട്ട് 1781 അവിടുത്തെ വാർ എൻഡ് ആവുണ്ടായി.
അത് കഴിഞ്ഞ് 1783 ട്രീറ്റി ഓഫ് പാരീസ് നടന്നു. അതുവഴി അവർക്ക് ഇൻഡിപെൻഡൻസ് ലഭിക്കുകയാണുള്ളത്. അതിന് കണക്റ്റായിട്ടാണ് നമ്മൾ അമേരിക്കൻ റവല്യൂഷൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള റെവല്യൂഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും ഒക്കെ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് പറയുക. ഇനിയും കുറച്ചുകൂടെ ക്ലിയർ ആവണമെങ്കിൽ അതൊക്കെ പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.